എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടാണ്. അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി പിറക്കുമല്ലോ, അപ്പോൾ പ്രസവ രക്ഷയ്ക്ക് കുറച്ച് മരുന്നുകളുണ്ട്. അത് കണ്ണൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രസവ രക്ഷ മരുന്നുണ്ടാക്കലാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ സാധാരണ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു 16 ദിവസം, നോർമൽ ഡെലിവറി ആണെങ്കിൽ 16 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു പൊടി പൊടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മരുന്നുകൾ കൂട്ടിയിട്ട് വറുത്തിട്ടൊക്കെ പൊടിച്ച് അതിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് 16 ദിവസത്തിന് ശേഷം അല്ല 20 ദിവസത്തിന് ശേഷം അങ്ങനെ കഴിക്കുന്നത്. ഒരു 2 ആഴ്ചത്തേക്ക് ഉണ്ടാവും ആ പൊടി. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ മരുന്നുണ്ടാക്കുക എന്ന് പറഞ്ഞൊരു മഹാസംഭവം. ഒരുപാട് അങ്ങാടി മരുന്ന് ചേർത്തിയിട്ട് ഒരു മരുന്നുണ്ടാക്കലാണ്. അപ്പോൾ അത് ഞാനിപ്പം കാണിച്ചു തരാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പിന്നെ കറക്റ്റായിട്ട് ഈ മരുന്ന് രാവിലെയും വൈകിട്ടും ആണ് പ്രസവിച്ചവർക്ക് കൊടുക്കുക. എടുത്തു തിന്നാൻ ആക്കാറില്ല. പ്രായമുള്ള ആൾക്കാർ, അമ്മയോ അമ്മൂമ്മയോ ഒരു കോപ്പയിൽ കുറച്ച് എടുത്തിട്ട് പ്രസവിച്ചവർക്ക് ആരും കാണാതെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോയിട്ട് കൊടുക്കുക. ആരും കണ്ടാൽ കൊതി കൂടും, അല്ലെങ്കിൽ പ്രസവിച്ച വയറിന് ബുദ്ധിമുട്ട് ആവും എന്നുള്ള ഇതിലാണ് അങ്ങനെ കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ ഈ പൊടി പൊടിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച വയറ് ഉണങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ മരുന്ന് കഴിച്ചാൽ, മരുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മാസത്തോളം കഴിക്കാൻ ഉണ്ടാകും. അപ്പോൾ ഈ മരുന്ന് രാവിലെയും വൈകിട്ടും കഴിച്ചതിന് ശേഷം ചോറ് കൊണ്ട് കൊടുക്കും. ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചോറുണ്ടാക്കി അതുപോലെ തന്നെ ചമ്മന്തിയാണ്, വെളുത്തുള്ളി ചമ്മന്തിയാണ് അതിന് പിന്നെ കൂട്ടാനുണ്ടാവുക. അപ്പോൾ ഈ ചോറും വെളുത്തുള്ളി ചമ്മന്തി അതുപോലെ തന്നെ അടച്ചിട്ട് കൊണ്ടുപോയിട്ട് പ്രസവിച്ച പെൺകുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഈ പ്രസവരക്ഷ മരുന്ന് കഴിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണമാണ്. ആ പ്രസവിച്ചവർക്ക് ശരീരത്തിന് ഒരുപാട് ഗുണമാണ്. നടുവേദന, കാലുവേദന, കൈവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മര്യാദയ്ക്ക് കഴിക്കണം. ഇപ്പോഴത്തെ ആൾക്കാർ കഴിക്കൂല. ഈ മരുന്നിൻ്റെ മണം വരുമ്പം ഛർദിൽ വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്നെടുത്തിട്ട് ഇവർ പ്രായമുള്ളവർ കാണാതെ വെളിയിൽ കളയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് നല്ല സുഖമാണ്, നല്ല കാഴ്ചശക്തി ഉണ്ടാകും. അതുപോലെ തന്നെ മുടി തിക്കില്ലാതെ ആൾക്കാരാണെങ്കിൽ നല്ല തിക്കോട് കൂടിയിട്ടാണ് ഈ പ്രസവ രക്ഷ മരുന്ന് കഴിച്ചതിന് ശേഷം ഉണ്ടാവാറ്. അതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് നല്ല മുടി തിക്കിലും അതുപോലെ തന്നെ നല്ല ഇറക്കത്തിലും ഉണ്ടാവാറുണ്ട്. അത് പറഞ്ഞ പോലെ, ഈ പ്രായമുള്ളവർ പറഞ്ഞ പോലെ കേട്ട് അതേപോലെ തന്നെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഈ മരുന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് വരാം. പ്രസവിച്ച് കഴിഞ്ഞ് 45 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു മരുന്നുണ്ടാക്കൽ ചടങ്ങ്. ഈ മരുന്നുണ്ടാക്കൽ ചടങ്ങ് ഒരു ചടങ്ങ് തന്നെയാണ്. അതുപോലെ ഒരു ചെറിയൊരു ഉത്സവം കൂടിയാണ്. കാരണം വീട്ടിൽ ഒരുപാട് ആൾക്കാർ വരും, ഒരുപാട് സഹായിക്കാനൊക്കെ വരും. പണ്ട് കാലങ്ങളിൽ ഈ മരുന്നെല്ലാം എന്ന് പറഞ്ഞാൽ അരച്ചെടുക്കുന്നതാണ്. ഇപ്പോഴാണ് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടുന്നത് ഈ ഒരു ഇതുപോലത്തെ ഒരു വലിയ ഉരുളിയും അതുപോലെ 2 ചട്ടുമാണ് വേണ്ടത്. പിന്നെ ഇതിലിപ്പം ഇടുന്നത് അങ്ങാടി മരുന്ന്, നാടൻ മരുന്നുകൾ, ഒരുപാട് മരുന്ന് പൊടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ എല്ലാ മരുന്നിൻ്റെ ഓർമ്മ എനിക്കില്ല. അപ്പോൾ മെയിനായിട്ടുള്ളത് ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ മരുന്ന് ഈ തേങ്ങാപ്പാലിലിട്ടിട്ട് 2-3 പേരിങ്ങനെ ഇത് മിക്സ് ആയിക്കൊണ്ടേയിരിക്കണം. കൈ കൊണ്ട് തന്നെ ചെയ്യണം, വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ മരുന്നിൻ്റെ എല്ലാത്തിൻ്റെയും പേരറിയില്ലെങ്കിലും ഓർമ്മയുള്ള ഞാൻ പറഞ്ഞുതരാം. മഞ്ഞൾ, ഉലുവ, പിന്നെ മല്ലി, എള്ള്, കടല, ഉഴുന്ന്, ജീരകം, ആശാളി, ചതൂപ്പ, ത്രിഫല, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, അങ്ങനെ ഒരുപാട് മരുന്നുകളാണിത്. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ, പ്രസവ രക്ഷ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് പെൺകുട്ടിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അമ്മമാർ ആണ്, അല്ലെ മുത്തശ്ശിമാരാണ് ഈ പ്രസവിച്ച കുട്ടിക്ക്, പിന്നെ പ്രസവിച്ച പെൺകുട്ടിക്ക് മരുന്ന് ഇതേമാതിരി ആക്കി വെച്ചിട്ട് നല്ല വലിയൊരു ഭരണിയിലാക്കിയിട്ടാണ് വെക്കുക. അപ്പോൾ ഏകദേശം ഒരു 2 മാസം 1.5 മാസമൊക്കെ കഴിക്കാനുണ്ടാവും. മരുന്നിങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഓരോ കോപ്പയിലാണ് എടുത്തിട്ട് കൊടുക്കുക.
അപ്പോൾ ഇതിലിപ്പോൾ ഇട്ടത് എള്ളിട്ടതിന് ശേഷം പിന്നെ ശർക്കരപ്പാനി ഒഴിക്കുന്നുണ്ട്. ശർക്കര പാനിയാക്കിയിട്ട് ഇതേപോലെ അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര കച്ചറയായിരിക്കും, മരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ മരുന്ന് കൊടുക്കുന്ന വിധം ഇതാണ്. കാലത്ത് ചായ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കോപ്പയിൽ ഒരു ബൗളിൽ മരുന്നെടുത്തിട്ട് ഇങ്ങനെ അടച്ചിട്ടാണ് കൊണ്ടുപോകുക കേട്ടോ, മറ്റാരും കാണാതെ. റൂമും അടച്ചിട്ടുണ്ടാവും. അടച്ച റൂമിൽ മുത്തശ്ശിമാരെല്ലാം ഇങ്ങനെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അത് കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചമ്മന്തിയും ചൂട് ചോറുമായിരിക്കും. അതും ഇങ്ങനെ അടച്ചിട്ടാണ് കൊണ്ട് കൊടുക്കുക. അപ്പം അങ്ങനത്തെ എല്ലാം ചടങ്ങുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ തീരെ ഇഷ്ടപ്പെടാത്തതാണ്. കാരണം തടിക്കും, അതുപോലെ ഇതിൻ്റെ സ്മെല്ലൊന്നും അധികം ആൾക്കും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ എന്തൊരു കൊതിയാണെന്നറിയാം. ഇപ്പം സംസാരിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. അപ്പോൾ ഇത് എല്ലാം മരുന്നെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം തീ കൊടുത്തതിന് ശേഷം, ഇപ്പോൾ ഇടുന്ന മരുന്നിൻ്റെ പേര് എനിക്ക് അറിയില്ല. തീ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഉച്ച 12 മണിക്കാണ് അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 8 മണിയോട് കൂടിയാണ് ഇത് തയ്യാറാവുക. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ചതും ഉച്ച 12 മണിക്കാണ്. പിന്നെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും തിളക്കാനൊക്കെ, കുറേ ഉണ്ടല്ലോ. അപ്പോൾ തിളച്ചതിന് ശേഷം ഇതുമാതിരി പൊട്ടിത്തെറിക്കുന്ന കാലിനൊക്കെ വീണാൽ ഭയങ്കര വേദനയായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തേങ്ങാപ്പാൽ ഇടയ്ക്ക് 1-ാം പാൽ ഒഴിക്കുന്നതും. അതുപോലെ തന്നെ പിന്നെ കൽക്കണ്ട് ഇടും. അതുപോലെ ഇതിൽ ബദാമുണ്ട്, മുന്തിരിയുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സാധനമുണ്ട്. ഏകദേശം 50 കൂടുതൽ സാധനങ്ങളാണ് ഇതിൽ ചേരുന്നത്. പിന്നെ എള്ളെണ്ണയാണ് ഇതിന് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ ഒരുപാട് തേങ്ങ ഉണ്ടാകും, തേങ്ങേൻ്റെ പാലും എടുക്കും. അതുപോലെ തന്നെ പശുവിൻ്റെ നെയ്യാണ് ഏറ്റവും നല്ലത്. നാടൻ പശുവിൻ്റെ നെയ്യ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തേങ്ങാപ്പാൽ, എള്ളെണ്ണ, പശു നെയ്യ്, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് അത്യാവശ്യം. ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അടിക്ക് പിടിക്കുമ്പോഴും അതുപോലെ ഇത് പൊട്ടിത്തെറിക്കുമ്പോഴും എണ്ണ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇളക്കാൻ ഒരാളെ കൊണ്ടൊന്നും ആവില്ല. ആദ്യം ഇതേമാതിരി ലൂസുള്ള സമയത്ത് ഒരാളെ കൊണ്ട് ഇളക്കാം. അപ്പോൾ ഇപ്പം 2 ആൾ ഇട്ട് ഇളക്കുന്നുണ്ട്. കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. 2 ആൾ പോരെ, 3 ആൾ ഒരു ചട്ടുവത്തോണ്ട് സൈഡിലുള്ളതെല്ലാം ചിരണ്ടി എടുക്കണം. അതുപോലെ കുറച്ചും കൂടി ടൈറ്റ് ആകുമ്പോൾ ലേഡീസ് ആയതുകൊണ്ട് ഇപ്പം 4 ആൾ കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇവരതാണെങ്കിൽ മാക്സി പോലും വീഡിയോയിൽ പെടാൻ പാടില്ല എന്നുള്ള നിബന്ധനയും വെച്ചിരുന്നു. അത്രയും ഫേസോ ഒന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. ഇനിയിപ്പം വീഡിയോ ഇത് ഇടുമ്പോൾ എന്താവുമോ എന്നറിയില്ല, വഴക്ക് കിട്ടുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ 2 പേര് ഒരു ചട്ടോ, 2 പേര് മറ്റൊരു ചട്ടോ, അങ്ങനെ 4 പേരാണ് ഇവർ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആണുങ്ങളാണെങ്കിൽ 2 പേരാണ്. കാരണം ഒരാൾ തളരുമ്പോൾ അടുത്ത ആൾ, അങ്ങനെ 2 ആണുങ്ങളുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചെയ്യും. അപ്പോൾ ഇപ്പം ഇവിടെ സഹായത്തിന് കുടുംബക്കാർ തന്നെ ആയതുകൊണ്ട് സ്ത്രീകൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റായി, നല്ല ഏകദേശം ടൈറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം സന്ധ്യയോട് 12 മണിക്ക് വെച്ചിട്ട് സന്ധ്യയോട് അടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. ഇത് പോരാ, നന്നായിട്ട് വേവണം. അപ്പോൾ ഈ ഒരു പാകമായാലാണ് തീ ഇങ്ങനെ നിർത്താതെ കത്തിച്ചുകൊണ്ടിരിക്കണം. കാരണം നിർത്താതെ തീ കത്തിക്കുകയും വേണം. തീ കൂടുതലല്ല, കുറച്ചൊന്ന് കത്തിച്ചിട്ട് അതുപോലെ നിർത്താതെ ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോഴാണ് വലിയൊരു ടാസ്ക്. കാരണം ഇതെല്ലാം ഏകദേശം ആയി വരുമ്പോഴേക്ക് ഭയങ്കര ഇളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല എനർജി വേണ്ടി വരും. അപ്പോൾ ഈ ചട്ടുവത്തിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴാണ്, അതുപോലെ ഇത് ഉരുട്ടിയിട്ട് ചുമരിനൊക്കെ എറിഞ്ഞു നോക്കും. അപ്പോൾ ചുമരിന് പറ്റുമെങ്കിൽ ഇനിയും കുറച്ചുകൂടി വേവാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ചുമരിന് അവിടെ ഒട്ടുന്നില്ല എങ്കിൽ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ എണ്ണ കുറച്ച് കുറഞ്ഞു പോയി, പറഞ്ഞതിലും കുറച്ച് കുറവാണ് എണ്ണ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കടക്കാരൻ പറ്റിച്ചാണ് കേട്ടോ. കടക്കാരൻ പറഞ്ഞ് ഇത്ര കിലോന് ഇത്ര എണ്ണ വേണ്ടെന്ന് പറഞ്ഞിട്ട് 2 ലിറ്റർ കുറച്ച് കളഞ്ഞു.
ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ വീഡിയോ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പെൺകുട്ടിയുടെ മുടിക്കും അതുപോലെ കണ്ണിനൊക്കെ വളരെ നല്ലൊരു ഗുണമുള്ള കാര്യമാണ്. അതുപോലെ ഏകദേശം ഇത് ഇപ്പോൾ ആയി. എന്നിട്ട് കുറച്ച് പാത്രങ്ങൾ അപ്പോഴേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ്. ഇത് ഈ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നാളെ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് തണിയും, ആറും, ചൂട് കുറയും. അങ്ങനെ നല്ല വലിയൊരു ഭരണിയിൽ കെട്ടി വെക്കുക. വലിയൊരു ഭരണിയിൽ കെട്ടി വെച്ചാൽ ഇടയ്ക്കല്ല, ഡെയിലി ഒരു നേരമോ 2 നേരമോ എടുത്തിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാ വർഷവും കർക്കിടക മാസമാണ് ഇത് മരുന്നുണ്ടാക്കി കഴിക്കാറ്. അപ്പോൾ എല്ലാവരുടെ ആരോഗ്യത്തിന് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുക. ഈ മരുന്നുണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലോ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മരുന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ വായിലൂടെ ശരിക്കും കപ്പലോടും. കാരണം സാധാരണ ചോറും കറി പോലെയല്ല നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. ശരിക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും. റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് വാങ്ങിക്കഴിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ പ്രസവരക്ഷക്ക് എന്ന് പറഞ്ഞിട്ട് ലേഹ്യം കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് ഇതേപോലെ മരുന്നുണ്ടാക്കിയിട്ട് കഴിക്കുന്നത്, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് എല്ലാ മരുന്നും അതിൽ ചേർക്കും. പിന്നെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് മരുന്ന് ചേർക്കില്ല എന്നല്ല, അവരും ചേർക്കും. പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് വേറെ തന്നെ ഒരു ഇതല്ലേ, കുറച്ച് അധ്വാനമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ണൂരല്ലാത്ത ആൾക്കാരും ഇതേപോലെ തന്നെ പ്രസവിച്ച കുട്ടിക്ക് പ്രസവരക്ഷാ മരുന്ന് കൊടുത്താൽ അവരുടെ ശരീരം ഉഷാറാവും. അതുപോലെ കണ്ണ്, പിന്നെ മുടി, ഇതൊക്കെ നന്നായിട്ട് വളരും. അപ്പോൾ ഈ പ്രസവരക്ഷാ മരുന്നുണ്ടാക്കുന്നത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും അതുപോലെ, അതായത് കണ്ണൂരല്ലാത്ത ആൾക്കാരും ഇതേപോലെ തന്നെ മരുന്നുണ്ടാക്കിയിട്ട് പ്രസവിച്ച കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ശരീരപുഷ്ടിക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യം, പിന്നെ മുടിയുടെ ആരോഗ്യം, ഇതൊക്കെ വളരെ നല്ലതാണ്. കാരണം ഒരുപാട് പച്ചമരുന്നുകളാണ് ഇതിൽ ചേരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.